യോഗത്തിൻ്റെ അധ്യക്ഷനും തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ മുൻ MLA-യും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സഖാവ് MK കണ്ണൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള തൃശ്ശൂർ ഏരിയയിലെ CPIM-ൻ്റെ സമുദരായ നേതാക്കന്മാർ, മുൻ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്ര മാഷ് ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ നേതാക്കന്മാർ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി ഈ സമ്മേളനത്തിൽ റാലിയും പങ്കെടുക്കുന്നതിനു വേണ്ടി ഇവിടെ ഒഴുകിയെത്തിയ ബഹുജനങ്ങൾ, റെഡ് വോളണ്ടിയർമാർ, സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ 24ാമത് പാർട്ടി കോൺഗ്രസിന് 2025 ഏപ്രിൽ മാസം 3 മുതൽ 6 വരെ തമിഴ്നാട്ടിലെ മധുര വേദിയാവുകയാണ്. അതിനു മുന്നോടിയായാണ് CPIM-ന്റെ ബ്രാഞ്ച് മുതൽ സംസ്ഥാന തലം വരെയുള്ള എല്ലാ പാർട്ടി ഘടകങ്ങളുടെയും സമ്മേളനം നടത്തുന്നത്. ഓരോ 3 വർഷം കൂടുമ്പോഴും മറ്റൊരു പ്രതിസന്ധിയും രാജ്യത്ത് അഭിമുഖീകരിക്കുന്നില്ലെങ്കിൽ CPIM അതിൻ്റെ സംഘടനാ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കാറുണ്ട്. പാർട്ടി കോൺഗ്രസിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഭാവി ഈ പാർട്ടി ഏറ്റെടുക്കേണ്ടുന്ന രാഷ്ട്രീയവും സംഘടനാപരവുമായ നയത്തിന് അന്തിമ രൂപം കൊടുക്കുന്നത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ബ്രാഞ്ച് സമ്മേളനം മുതൽ സംസ്ഥാന സമ്മേളനം വരെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഘടകം രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി യൂണിറ്റാണ്. 5,65,000 അംഗങ്ങളാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. 38,649 ബ്രാഞ്ചുകൾ, 2,444 ലോക്കൽ കമ്മിറ്റികൾ, 214 ഏരിയ കമ്മിറ്റികൾ. ഇതാണ് കേരളത്തിലെ പാർട്ടിയുടെ സംഘടനാ സംവിധാനം. 38,000-ലധികം വരുന്ന പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു. 2,000-ലധികം വരുന്ന പാർട്ടിയുടെ ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് 4 ജില്ലകളിൽ ഏരിയ സമ്മേളനങ്ങൾ ഡിസംബർ മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ പോവുകയാണ്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ വയനാട്ടിലും പാലക്കാടും ചേലക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പാണ്. കോഴിക്കോടും മലപ്പുറവും പാലക്കാടും തൃശ്ശൂരും പാർട്ടി സമ്മേളനങ്ങൾ കുറച്ച് മുന്നോട്ട് നീട്ടിവെക്കാനിടയായി. ഈ മാസം അവസാനത്തോടെ തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ സമ്മേളനം കഴിയും. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം
2025 മാർച്ച് മാസം 6 മുതൽ 9 വരെ കൊല്ലത്ത് വെച്ച് നടത്താൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. ആദ്യ ജില്ലാ സമ്മേളനം കൊല്ലത്ത് പൂർത്തീകരിച്ചു. ഞാനിതെല്ലാം വിശദമാക്കിയത് നമ്മുടെ രാജ്യത്തെ കോൺഗ്രസും BJPയും എല്ലാം പറയുന്നത് ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ്. പക്ഷേ ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പ്രാഥമികമായ അംഗങ്ങൾക്ക് ആർക്കെങ്കിലും ആ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെയോ സംസ്ഥാന നേതൃത്വത്തെയോ പ്രാദേശിക നേതൃത്വത്തെയോ തിരഞ്ഞെടുക്കാനുള്ള എന്തെങ്കിലും അവകാശമുണ്ടോ? കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനെ അവർ നോമിനേഷൻ നടത്തുന്നു. അഖിലേന്ത്യാ അധ്യക്ഷൻ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നു, നാമനിർദ്ദേശം ചെയ്യുന്നു. ആ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരെ നാമനിർദ്ദേശം ചെയ്യുന്നു. ഇപ്പൊ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ തൃശ്ശൂരിലെ ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരാൾക്ക് അവകാശമുണ്ടായിട്ടുണ്ടോ? ഇപ്പൊ തൃശ്ശൂര് കോൺഗ്രസ് പാർട്ടിക്ക് പ്രസിഡന്റ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് വരും അല്ലെങ്കിൽ നാളെ വരും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവർ നോമിനേഷനാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അംഗീകരിച്ച് സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിക്കണം. മണ്ഡലം കോൺഗ്രസിനെ പ്രസിഡന്റ് തെരഞ്ഞെടുക്കാൻ പോലും അവകാശം കോൺഗ്രസിനുണ്ടോ? മറ്റൊരു ജനാധിപത്യ പാർട്ടി എന്ന് പറയുന്ന BJPക്ക് അവരുടെ അഖിലേന്ത്യാ അധ്യക്ഷനെ നാമനിർദ്ദേശം ചെയ്യല്ലേ? അവരല്ലേ സംസ്ഥാന BJP പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്നത്? അവരല്ലേ ജില്ലാ കോൺഗ്രസ് BJP പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്നത്? അവരല്ലേ മണ്ഡലം BJP പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്നത്? അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന 3 വർഷം കൂടുമ്പോൾ സമ്മേളനം നടത്തി ദേശീയവും സാർവദേശീയവുമായ വിഷയങ്ങൾ ചർച്ച ചെയ്ത് നാം ജീവിക്കുന്ന പ്രദേശത്തെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ട് ഭാവി പ്രവർത്തന രൂപരേഖ തയ്യാറാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയും തിരഞ്ഞെടുക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമാണ് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ മാധ്യമങ്ങൾക്കും വലതുപക്ഷത്തിനും ആശങ്കയാണ്. ഒരു ജനാധിപത്യ ചർച്ചയും ഇല്ല എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ അവിടെ നടത്തിയ ചർച്ചയെ സംബന്ധിച്ച് ഇങ്ങനെ വാർത്തകൾ ചമയ്ക്കുകയാണ്. ഇടതുപക്ഷ CPIM-ൽ പൊട്ടിത്തെറി, കടുത്ത വിമർശനം, അങ്ങനെ എന്തൊക്കെ വാർത്തകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ശക്തിയെ ക്ഷയിപ്പിക്കാൻ ഇവർ നടത്തുന്നത്. ഇവരുടെ കള്ളവാർത്തകൾ കൊണ്ട് തകർക്കാൻ കഴിയുന്ന പാർട്ടിയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്? ഞങ്ങൾ എത്രയോ കൊല്ലമായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വേട്ടയാടുന്നു. നമ്മുടെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഈ വേട്ടയാടൽ ഞങ്ങൾ ഏറ്റുവാങ്ങിയവരല്ലേ? ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഗൂഢാലോചന നടത്തിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞല്ലേ നിരവധി ഗൂഢാലോചന കേസുകൾ പ്രതിയാക്കിയത്. കാൺപൂരിലെ ഗൂഢാലോചന കേസ്, പെഷവാറിലെ ഗൂഢാലോചന കേസ്, ബേറട്ടിലെ ഗൂഢാലോചന കേസ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ജയിലറയിൽ കിടക്കാത്ത ആരെങ്കിലും അവശേഷിച്ചിരുന്നോ? പോലീസിന്റെ ക്രൂരമായ ആക്രമണങ്ങൾക്ക് വിധേയമാകാത്ത ഏതെങ്കിലും പാർട്ടി നേതാക്കന്മാർ ഈ രാജ്യത്തുണ്ടായിരുന്നോ? എത്ര ധീര രക്തസാക്ഷികളെ സംഭാവന ചെയ്താണ് ഈ ചെങ്കൊടിയുടെ കരുത്തുമായി ഈ പാർട്ടി മുന്നോട്ട് പോയത്. അവിടെയൊന്നും കീഴടങ്ങാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായിട്ടില്ല. ഈ തൊഴിലാളി വർഗ പാർട്ടി തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ട മനുഷ്യരുടെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം വലതുപക്ഷം അവിടെ അക്രമത്തിന്റെ കുന്തമുന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ എല്ലാ കാലത്തും പ്രയോഗിക്കുകയാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണം അവസാനിച്ചു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യയിൽ കോൺഗ്രസിന്റെ ഭരണം വന്നു. രാജ്യമാകെ കോൺഗ്രസ്. ആ കോൺഗ്രസ് ഭരണത്തിന് എത്രയോ വേട്ടയാടലേക്ക് വിധേയമായ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിരവധി പോരാട്ടങ്ങളുടെ അനുഭവം ഈ കേരളത്തിൽ തന്നെ ഇല്ലേ?
പുന്നപ്പുറയിലെയും വയലാറിലെയും പോരാട്ടത്തിന്റെ അനുഭവം, അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള പോരാട്ടം, പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ ബലിയർപ്പിച്ച പോരാട്ടമല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത്? എന്തിനു വേണ്ടിയാണ്? തീതുപ്പുന്ന തോക്കുകൾക്ക് മുന്നിൽ വാരിക്കുന്തവുമായി പോരാടാനുള്ള ആത്മധൈര്യവും കരുത്തുമുള്ള ഒരു മനുഷ്യരുടെ പാർട്ടിയായിരുന്നില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഇന്നും പലരും അത്ഭുതപ്പെടുകയാണ്. ജീവൻ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ടും അവരുടെ പോരാട്ട വീര്യത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു, മനുഷ്യരായി ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല, മൃഗസമാനമായ ജീവിതമാണ് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. ആ കാട്ടുനീതി അവസാനിപ്പിച്ച് ഞങ്ങളുടെ പുതിയ തലമുറയ്ക്ക് മനുഷ്യരായി ജീവിക്കാൻ എന്റെ ഈ ജീവനെങ്കിൽ ജീവൻ കൊടുക്കാൻ മുന്നോട്ട് എന്ന് സഖാവ് കൃഷ്ണപിള്ള ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് പോയവരാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം. കയ്യൂരിലെയും കരിവെള്ളൂരിലെയും പാടിക്കുന്നിലെയും മുനയംകുന്നിലെയും ധീരരായ രക്തസാക്ഷിത്വങ്ങൾ ഈ ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച ചെങ്കൊടിയുടെ ഈ ചുവപ്പുണ്ടല്ലോ, ഈ ധീര രക്തസാക്ഷികളുടെ ഈ പതാകയിൽ ഒഴുകി വീണ ചോരയുടെ കളറാണ്, അതിന്റെ നിറമാണ്, അതിന്റെ കരുത്താണ് ഈ പാർട്ടിക്ക്. അതുകൊണ്ട് മാധ്യമങ്ങളുടെ പരിലാളനകൾ ഒരിക്കലും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ആ മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ എല്ലാ മാർഗങ്ങളും 1990-കളിൽ 1957-കളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ശക്തിയാർജിക്കുന്ന കണ്ട കാലം മുതൽ മലയാള മനോരമയും മാതൃഭൂമിയും വലതുപക്ഷ മാധ്യമങ്ങളും ഒന്നും ഈ പാർട്ടിയെ സഹായിക്കാനല്ല, ഇകഴ്ത്താനുള്ള പരിശ്രമം നടത്തുകയാണ് ചെയ്തത്. അതുകൊണ്ടൊന്നും ഈ പാർട്ടി അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയല്ല, രാജ്യത്തെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് BJP ഗവൺമെന്റ് ഉയർത്തുന്ന ഭീഷണിയെ ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷേ രാജ്യത്ത് BJPക്കെതിരായി അവരുയർത്തുന്ന വർഗീയ കോർപ്പറേറ്റ് ഭരണത്തിനെതിരായി ഏറ്റവും ശക്തമായ ആശയ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ ആ പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും ഇടതുപക്ഷവും. അതുകൊണ്ട് BJPയുടെ കണ്ണിലെ കരടാണ് ഈ പാർട്ടി. ഇന്ത്യ രാജ്യത്ത് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അവർ പ്രതീക്ഷിച്ചത് കനത്ത ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയുമെന്നാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി നമ്മുടെ തൃശ്ശൂരിൽ വന്നു. അദ്ദേഹം തൃശ്ശൂരിൽ പ്രസംഗിച്ചു. 400-ലധികം സീറ്റ്, 400 പാർ, ഇതാണ് BJPയുടെ മുദ്രാവാക്യം. എന്തിനാ 400-ലധികം സീറ്റ്? രാജ്യത്ത് കേവല ഭൂരിപക്ഷത്തിന് 543-ന്റെ പകുതി പോരെ. എന്നാൽ BJPയുടെ ലക്ഷ്യമതായിരുന്നില്ല. അവർക്ക് കേവല ഭൂരിപക്ഷം പോരാ. ഇന്ത്യൻ പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷമാണ് BJP ലക്ഷ്യം വെച്ചത്. ആ 3/2 ഭൂരിപക്ഷം എന്തിനാ? ഈ രാജ്യത്തിന്റെ ഭരണഘടന തിരുത്തിയെഴുതണമെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ ലോകസഭയിലും രാജ്യസഭയിലും 3/2 ഭൂരിപക്ഷം വേണം. അതിനാണ് സാക്ഷാൽ നരേന്ദ്രമോദി പറഞ്ഞത് 400 പാർ, 400-ലധികം. എന്താ 18ാം ലോകസഭയുടെ ഫലം? 18ാം ലോകസഭയുടെ ഫലം എന്താ? കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്ന BJPക്ക് ആ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തിയ തെരഞ്ഞെടുപ്പാണ്. 303 സീറ്റ് 17ാം ലോകസഭയിൽ ഉണ്ടായിരുന്ന BJPക്ക് 60 സീറ്റാണ് കുറഞ്ഞത്. അതും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗങ്ങളിലെല്ലാം നടത്തിയ വർഗീയ പ്രചാരവേല, അതിലൂടെ വോട്ടുകൾ സമാഹരിക്കാം എന്ന BJPയുടെ പ്രതീക്ഷയാണ് രാജ്യത്തെ ജനങ്ങൾ തകർത്തത്. അവർ രാജ്യത്തെ വർഗീയവൽക്കരിക്കാൻ
ഇന്ത്യയുടെ ജനതയെ വിഭജിക്കാൻ അതിനുള്ള മുദ്രാവാക്യമല്ലേ മുന്നോട്ട് വച്ചത്? ഇന്നലെ പാർലമെന്റിൽ ഒരു നിയമം അവതരിപ്പിച്ചു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഈ രാജ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പും എല്ലാം ഒരുമിച്ച് നടത്താൻ കഴിയുന്ന ഒരു നിയമം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ജമ്മു കാശ്മീരിൽ പോലും 2-3 ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ആ രാജ്യമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഒരു രാജ്യം ഒരു നിയമം, ഏകീകൃത സിവിൽ കോഡ്. ഒരു രാജ്യം ഒരു യൂണിഫോം. ഒരു രാജ്യം ഒരു മതം. ധാരാളം മുദ്രാവാക്യ ഇന്ത്യൻ ജനതയുടെ മുദ്രാവാക്യമാണോ? ഇത് RSSന്റെ മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് BJP ഗവൺമെന്റ് നിൽക്കുന്നത്. 1950 നമ്മുടെ രാജ്യത്തിന്റെ എഴുതപ്പെട്ട ഭരണഘടന, ഡോക്ടർ അംബേദ്കർ ഈ രാജ്യത്തിന് സമ്മാനിച്ച ഭരണഘടന. ആ ഭരണഘടനയുടെ സവിശേഷത എന്താ? ആ സവിശേഷത ഇന്ത്യയിലെ ജനങ്ങളെ ഒരുമിച്ച് ചേർക്കുന്ന ഭരണഘടനയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ബഹുസ്വരതയാണ്. സാർവദേശീയമായ എല്ലാ മതവിഭാഗങ്ങളും ജീവിക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇവിടെ ഇസ്ലാം മത വിശ്വാസികളുണ്ട്, ഇവിടെ ഹിന്ദു മത വിശ്വാസികളുണ്ട്, ഇവിടെ ജൈന മത വിശ്വാസികളും പാഴ്സിമത വിശ്വാസികളുമുണ്ട്. ഈ രാജ്യം സംഭാവന ചെയ്ത സിഖ് മതവും ബുദ്ധമതവും വിശ്വസിക്കുന്നവർ ഈ രാജ്യത്തുണ്ട്. അങ്ങനെ സാർവദേശീയമായ എല്ലാ മതവിശ്വാസികളും ഒരുമിച്ച് ജീവിക്കുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് അവകാശപ്പെടുന്ന ഈ രാജ്യം, സാർവദേശീയമായി ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന രാജ്യം, അങ്ങനെ ഒരു രാജ്യത്തെ ഒരു ഭാഷയും ഒരു മതവുമുള്ള രാജ്യമാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഭരിക്കുന്ന BJP ഇപ്പോൾ പരിശ്രമിക്കുകയാണ്. അതിന് RSSന്റെ മുദ്രാവാക്യം കടമെടുക്കുകയാണ്. ഹിന്ദി, ഹിന്ദു, ഹിന്ദുസ്ഥാൻ. ഒരു ഭാഷ, ഒരു മതം, ഒരു രാജ്യം. മറ്റ് മതവിശ്വാസികൾ രാജ്യം വിട്ടുപോകണം. അവർക്ക് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഉണ്ടായിരിക്കില്ല. അവർക്ക് ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ 2ാം കിട പൗരന്മാരായി ജീവിക്കാം. അതിനല്ലേ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയത്? ഈ രാജ്യത്ത് പിറന്നു വീണ മനുഷ്യരെല്ലാം ഈ രാജ്യത്തെ പൗരന്മാരാണ് എന്ന നിയമം മാറ്റിയത് എന്തിനാണ് BJP? രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ മാറ്റം എന്തിനാണ് ഈ രാജ്യത്ത് കൊണ്ടുവന്നത്? ജനങ്ങളെ പരസ്പരം ആക്രമിക്കുന്നവരാക്കി മാറ്റാൻ, മതസൗഹാർദ്ദത്തിന്റെ, മതനിരപേക്ഷതയുടെ നാടിനെ തകർക്കാൻ. അതിനുവേണ്ടി ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 400 പാർ പറഞ്ഞവൻ കനത്ത തിരിച്ചടിയാണ് അഭിമുഖീകരിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ BJP ഉപയോഗിച്ച പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഞങ്ങൾ രാമക്ഷേത്രം നിർമ്മിച്ചു എന്നാണ്. ബാബരി പള്ളി ഇരുന്ന് തകർത്ത് തരിപ്പണമാക്കി അവിടെ തന്നെ രാമക്ഷേത്രം നിർമ്മിച്ചു. സാധാരണ ക്ഷേത്രം നിർമ്മിച്ചാൽ അതിന്റെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ആരാ? അതിനെ പ്രാണപ്രതിഷ്ഠ നിർവഹിക്കുന്നതാരാ? സന്യാസിമാരാണ്, പുരോഹിതന്മാരാണ്. എന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ആരാണ് നിർവഹിച്ചത്? ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്തിനാ നരേന്ദ്രമോദി പൂജാരിയുടെ പണി ഏറ്റെടുത്തത്? രാജ്യത്ത് പരമാവധി വിഭജനമുണ്ടാക്കി വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടിയാണ്. ആ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ജയിക്കാൻ കഴിഞ്ഞോ? 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉത്തർപ്രദേശിൽ ആകെയുള്ള 80 ലോക്സഭാ സീറ്റിൽ 66 BJPക്കായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPയുടെ സീറ്റിന്റെ എണ്ണം എത്ര കുറഞ്ഞു? 66 36ആയി. 30 സീറ്റ് കുറഞ്ഞു ഉത്തർപ്രദേശിൽ മാത്രം. ഏറെ കൊട്ടിഘോഷിച്ച
ഫൈസാബാദ്, അയോധ്യ സ്ഥിതി ചെയ്യുന്ന പ്രദേശം, അവിടുത്തെ പാർലമെന്റ് മെമ്പർ ബി ജെ പിക്കായിരുന്നു. തുടർച്ചയായി ലാലൻ സിംഗ് ബി ജെ പിയുടെ നേതാവ് MP ആയിരുന്നു. അയോധ്യയിലെ പാർലമെന്റ് സീറ്റ് പോലും ബി ജെ പിക്ക് ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞോ? അവിടെ സമാജ്വാദി പാർട്ടി ജയിച്ചില്ലേ? കനത്ത പരാജയമല്ലേ ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്? ഇന്ന് ഇന്ത്യ ഭരിക്കാൻ ബി ജെ പിക്ക് ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും സഹായമില്ലാതെ സാധിക്കുമോ? ആ രണ്ടുപേരുടെ തോളിൽ കൈയിട്ട് രാജ്യം ഭരിക്കുകയാണ്. പക്ഷേ വർഗീയ അജണ്ട അവസാനിപ്പിക്കാൻ ബി ജെ പി തയ്യാറായോ? ആ വർഗീയ അജണ്ട വീണ്ടും ശക്തിപ്പെടുത്താനാണ് ബി ജെ പി തയ്യാറായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതി വിധിയെ പോലും കാറ്റിൽ പറത്തി ഉത്തർപ്രദേശിലെ സംബാലിലുള്ള മുസ്ലിം ആരാധനാലയം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നത്. രാജ്യത്തെ ക്ഷേത്രങ്ങൾ, മതന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ, അതെല്ലാം മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് ക്ഷേത്രങ്ങൾ തകർത്തുണ്ടാക്കിയതാണ് എന്ന പ്രചാരവേല നടത്തി കോടതിയെ സമീപിക്കുകയാണ്. നേരത്തെ RSS പറഞ്ഞത് ഞങ്ങൾ അയോധ്യ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒരു ക്ഷേത്രത്തിനും ഒരു ആരാധനാലയങ്ങൾക്കും അവകാശം പറയില്ല എന്നാണ്. അവരതിനുശേഷം പറഞ്ഞു മധുര ഞങ്ങളുടേതാണ്, കാശി ഞങ്ങളുടേതാണ്. ആ മധുരയും കാശിയും ഇന്ന് സംഘർഷ ഭൂമിയാക്കി മാറ്റിയിരിക്കുന്നു. അതിനുശേഷം സംഭാൽ, അതിനുശേഷം ലോകമെങ്ങും ആചരിക്കുന്ന അജ്മീർ ദർഗ, ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ, അങ്ങനെ 6000-ഓളം മതന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ, അതെല്ലാം ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തുണ്ടാക്കിയതാണ് എന്ന് കഥ പ്രചരിപ്പിച്ച് അതാക്രമിച്ച് തകർക്കാനുള്ള സമീപനം സ്വീകരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഒരേ ഉദ്ദേശമുള്ളൂ. ആ ഉദ്ദേശം ജനങ്ങളിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദത്തിന്റെ, മതനിരപേക്ഷതയുടെ അംശത്തെ ഇല്ലാതാക്കാനാണ്. അങ്ങനെ അവരെ വർഗീയവൽക്കരിക്കാനാണ്. 1991 നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്ന ഒരു നിയമമുണ്ട്. സുപ്രീം കോടതി അംഗീകരിച്ച നിയമം ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ, ഇന്ത്യയിലെ പള്ളികൾ, ഇന്ത്യയിലെ ഏത് ആരാധനാലയങ്ങളും 947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എങ്ങനെയാണോ, ആരുടെ കൈവശമാണോ അതേപടി തുടരണമെന്നാണ്. അതിനെ അട്ടിമറിക്കാനാണ് ബി ജെ പി സർവ്വവിധ സന്നാഹങ്ങളുമായി ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. അവർക്ക് രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാരെ സേവിക്കണം, അത് തുടർച്ചയായി ഭരണം കിട്ടണം, രാജ്യത്തിന്റെ സമ്പത്ത് വിൽക്കുക, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ അദാനിയുടെ സ്വന്തം വിമാനത്തിൽ വന്നിറങ്ങിയ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന മോദി രാജ്യത്തിന്റെ സമ്പത്ത് അദാനിക്ക് ഓരോന്നായി വിട്ടുകൊടുക്കുകയാണ്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നമ്മുടെ രാജ്യത്തെ സമ്പന്നമായ ഭൂപ്രദേശങ്ങൾ, അങ്ങനെ ലോകസമ്പന്നരുടെ പട്ടികയിലേക്ക് അദാനി എത്തിക്കാൻ 7.5 പതിറ്റാണ്ട് കൊണ്ട് രാജ്യം നേടിയ സമ്പത്ത് മുഴുവൻ അദാനിക്ക് കൊടുക്കുന്ന ഒരു ഇടനിലക്കാരനായി ഇന്ത്യയിലെ BJP ഭരണം മാറിയില്ലേ? നമ്മുടെ BSNL, നമ്മുടെ MTNL, നമ്മുടെ LIC, നമ്മുടെ സിമെന്റ് ഫാക്ടറി, നമ്മുടെ ONGC, നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, നമ്മുടെ ഭാരത് പെട്രോളിയം, നമ്മുടെ ബെമൽ, വെടിയുണ്ട മുതൽ കവചിത വാഹനം ഉണ്ടാക്കുന്ന നമ്മുടെ രാജ്യത്തെ ആയുധ നിർമ്മാണശാലകൾ ഓരോന്നായി കൊടുക്കുകയല്ലേ? അതിന് മോദിയും കൂട്ടരും പറയുന്നത് രാജ്യത്തിന്റെ ഗവൺമെന്റ് ഉത്തരവാദിത്തമല്ല ഇതൊന്നും, അതെല്ലാം വ്യവസായികൾ നടത്തട്ടെ എന്നാണ്. എന്നിട്ട് പറയുന്നത് ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യമായി ഇന്ത്യ ഞങ്ങൾ മാറ്റാൻ പോവുകയാണ്, 5 ട്രില്യൺ എക്കണോമിയുള്ള രാജ്യമായി ഇന്ത്യ ഇതാ വികസിക്കുന്നു എന്നാണ് BJP-ക്കാർ പ്രസംഗിക്കുന്നത്. രാജ്യത്തിന്റെ കടം 169 ലക്ഷം കോടി കവിഞ്ഞിരിക്കുന്നു.
നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് മോദി പറഞ്ഞത് ഡോളറും രൂപയുമായിട്ടുള്ള വ്യത്യാസം ഇന്ത്യ ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. എന്ന് ഒരു ഡോളർ കിട്ടണമെങ്കിൽ 85 രൂപ കൊടുക്കണം. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ 54 ആയിരുന്നു. രാജ്യത്തിന്റെ സമ്പത്ത് എങ്ങനെയാണ് ചോർന്നു പോകുന്നത്? 947 ഒരു ഡോളർ സമം 1 രൂപ എന്ന് 10 വർഷത്തെ മോദി ഭരണത്തിന് ശേഷം ഒരു ഡോളർ 85 റുപ്യ. രാജ്യത്ത് കടുത്ത വിലക്കയറ്റം, ദാരിദ്ര്യം, പട്ടിണി. ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 111. നമ്മളെക്കാൾ മെച്ചമാണ് പാകിസ്ഥാൻ, നമ്മളെക്കാൾ മെച്ചമാണ് നേപ്പാൾ, നമ്മളെക്കാൾ മെച്ചമാണ് അഫ്ഗാനിസ്ഥാൻ. ഭരണസ്ഥിരതയില്ലാത്ത രാജ്യങ്ങളിൽ പോലും, അയൽ രാജ്യങ്ങളെ പോലും ഇന്ത്യയെക്കാൾ മെച്ചപ്പെട്ട നില സംജാതമായിരിക്കുന്നു. നമ്മളൊക്കെ ഓർക്കുന്നത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാർ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. അവരൊക്കെ എത്രയോ മുമ്പിലാണ് നമ്മുടേത്. പട്ടിണിക്കാരുടെ എണ്ണം അനുസരിച്ച് നോക്കിയാൽ നമ്മൾ മുമ്പിലാണ്. അവരെ സഹായിക്കാൻ എന്തെങ്കിലും പദ്ധതിയുണ്ടോ? 2014 BJP അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് പ്രതിപക്ഷം 2.5 കോടി തൊഴിൽ ചെറുപ്പക്കാർക്ക് കൊടുക്കും. കഴിഞ്ഞ 10 വർഷമായി BJPയുടെ സംഭാവന എന്താ? ഓരോ വർഷവും തൊഴിൽ കമ്പോളത്തിലേക്ക് വരുന്ന ചെറുപ്പക്കാർ 1,98,00,000. അവരെ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ എന്തെങ്കിലും പരിപാടിയുണ്ടോ? 2 അക്കം കടന്നു. ഇപ്പൊ തൊഴിലായി മധുരക്ക് വില കയറ്റത്തിന്റെ തോതോ? സാധാരണ മനുഷ്യൻ ജീവിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയല്ലേ ഈ രാജ്യത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്? അരിയുടെയും ഗോതമ്പിന്റെയും വില 30% വർദ്ധിച്ചിരിക്കുന്നു. പച്ചക്കറിയുടെയും പാലിന്റെയും മുട്ടയുടെയും വില 40% വർദ്ധിച്ചിരിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റിന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കയുണ്ടോ? മോദിയും കൂട്ടരും രാജ്യത്തെ യഥാർത്ഥ കണക്ക് പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ കണക്കുകൾ തയ്യാറാക്കുന്ന ഔദ്യോഗിക സംവിധാനം സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിനെ തന്നെ പിരിച്ചുവിട്ടു. RSS ഉള്ള ഫാക്ടറി വരുന്ന കഥകൾ അതാണ് കണക്കായി പുറത്തു വരുന്നത്. യഥാർത്ഥത്തിലുള്ള ഒരു വസ്തുതയും പുറത്തുവിടാൻ ഇന്ന് ഇന്ത്യയുടെ ഗവൺമെന്റ് ഭയപ്പെടുകയാണ്. ആ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് രാജ്യത്ത് വർഗീയതയും അതുപോലെ അസഹിഷ്ണുതയും ശക്തിപ്പെടുത്താൻ BJP പരിശ്രമിക്കുന്നത്. അവർക്ക് കേരളത്തോടുള്ള പകയെന്താ? കേരളം രാജ്യത്തിന് ബദലായ ഒരു ഭരണം കാഴ്ചവെക്കുന്നു. ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം കേരളം. രാജ്യത്ത് അവശേഷിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് അവർ ഈ രാജ്യത്തെ കോർപ്പറേറ്റ് ഭരണത്തിന് വെല്ലുവിളി ഉയർത്തുന്നു. അവർ രാജ്യത്തെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നു. നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് ജനവിഭാഗത്തിനും ഭയം കൂടാതെ താമസിക്കാൻ കഴിയുന്ന നാടാണ് ഈ കേരളം എന്നതാണ്. സാർവദേശീയമായ മാനങ്ങളുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കൊച്ചു കേരളം. സാർവദേശീയ മതങ്ങളായ ഹിന്ദുമതവും ഇസ്ലാം മതവും ക്രിസ്തുമതവും ഏതാണ്ട് ഇതേ അനുപാതത്തിൽ ഒരു പ്രദേശം ലോകത്തില്ല. അവരെല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന നാടാണ് ഈ കേരളം. അതാണ് BJPയെ ഭയപ്പെടുത്തുന്നത്. അതിനെ തകർക്കുന്നതിന് വേണ്ടിയാണ്. ഈ മതനിരപേക്ഷത തകർത്താലല്ലാതെ ഇടതുപക്ഷത്തിന്റെ ശക്തി കരുത്ത് വർദ്ധിപ്പിക്കാൻ കഴിയില്ല. ഇടതുപക്ഷത്തിന്റെ കരുത്ത് മതനിരപേക്ഷതയിലാണ്. അതുകൊണ്ട് ആ മതനിരപേക്ഷത തകർക്കാതെ ഇടതുപക്ഷത്തിന്റെ കരുത്ത് കുറയ്ക്കാൻ കഴിയില്ല. അതിനുവേണ്ടി ഇവിടുത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള സമീപനം സ്വീകരിക്കുകയാണ്. മണിപ്പൂരിന്റെ സ്ഥിതി നമ്മൾ കണ്ടല്ലോ. അവിടെ സഹോദരന്മാരെ പോലെ കഴിഞ്ഞിരുന്ന 2 ഗോത്ര വിഭാഗങ്ങൾ, മേത്തി വിഭാഗവും കുക്കി വിഭാഗവും. മേത്തി വിഭാഗം സമ്പന്നമായ വിഭാഗമാണ്. ഏറ്റവും ദുർബലമായ മനുഷ്യരാണ് കുക്കി വിഭാഗക്കാർ. അവർക്കാണ് ഗവൺമെന്റ് സംരക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് നിയമപരമായി. എന്നാൽ BJP ഗവൺമെന്റ് മേത്തി വിഭാഗത്തിനും കൂടെ കൊടുക്കാൻ തീരുമാനിച്ചു. അതോടുകൂടി 2 ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമായി.
ഇന്ന് രണ്ട് രാജ്യം പോലെയല്ലേ മണിപ്പൂർ എന്ന കൊച്ചു സംസ്ഥാനം. ഇന്ത്യയിലെ BJP ഗവൺമെന്റ് തിരിഞ്ഞു നോക്കുന്നുണ്ടോ? അവിടുത്തെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് പഴയ കോൺഗ്രസ് നേതാവാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. നൂറുകണക്കിന് മനുഷ്യൻ ജീവനല്ലേ അവിടെ നഷ്ടപ്പെട്ടത്. അതിന് സമാനമായി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും വർഗീയ വിദ്വേഷം ശക്തിപ്പെടുത്തി ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ അവർ പരിശ്രമിക്കുകയാണ്. അതിനെതിരായിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആ കേരളം രാജ്യത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകുന്ന പ്രദേശമാണ്. ഇന്ത്യ രാജ്യം ഏതളവ് കോലെടുത്താലും അവിടെയെല്ലാം ഒന്നാം സ്ഥാനത്തെത്തുന്ന സംസ്ഥാനമാണ് കേരളം. 1957 രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടായിരുന്ന നാടാണ് കേരളം. എന്തൊക്കെ ആക്ഷേപമാണ് നമ്മളൊന്ന് കേട്ടത്. ഇടതുപക്ഷ ഗവൺമെന്റ് വന്നാൽ എവിടുത്തെ പള്ളിയെല്ലാം പിടിച്ചെടുക്കും, പള്ളിക്കൂടം പൊതുസ്വത്താക്കും. അല്ലാമേ നീ ഔസേപ്പിന്റെ ഭാര്യയാണ്, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ വന്നാൽ നിന്നെ പൊതുസ്വത്താക്കി പ്രഖ്യാപിക്കും. കള്ളപ്രചരണം നടത്തിയില്ലേ വേണ്ടുവോളം കേരളത്തിൽ? ആ പ്രചരണത്തിൽ കേരളത്തിലെ ജനങ്ങൾ അകപ്പെട്ടോ? 1957 ചരിത്ര ഭൂരിപക്ഷത്തോടെ സഖാവ് EMS കേരളത്തിലെ മുഖ്യമന്ത്രിയായില്ലേ? ആ മുഖ്യമന്ത്രിയല്ലേ ആ ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലേ എന്ന് കാണുന്ന ആധുനിക കേരളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കം കുറിച്ചത്? ആ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പാവപ്പെട്ട മനുഷ്യർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ അവകാശമുള്ള നാടാക്കി കേരളത്തെ മാറ്റിയത്? ആ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസം സൗജന്യമാക്കിയ പ്രഖ്യാപനം നടത്തിയത്? ആ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തൊഴിലാളികളുടെ കാര്യങ്ങളിൽ പോലീസ് ഇടപെടേണ്ട എന്ന് തീരുമാനിച്ചത്? ആ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ 35 ലക്ഷം വരുന്ന പാവപ്പെട്ടവരെ ഭൂമിയുടെ അവകാശമാക്കുന്നതിന് വേണ്ടിയുള്ള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയത്? അങ്ങനെ ഇന്ന് കാണുന്ന കേരളത്തെ സൃഷ്ടിച്ച ഇടതുപക്ഷ ഗവൺമെന്റ് സഖാവ് EMSന്റേത്. ആ EMS ഗവൺമെന്റിന് 5 വർഷം ഭരിക്കാൻ അവസരം കൊടുത്തോ? ഇന്ന് കോൺഗ്രസ്സുകാരും BJPക്കാരും പറയുന്നത് ഇന്നത്തെ പിണറായിയുടെ ഗവൺമെന്റ് മോശം, അന്നത്തെ EMSന്റെ ഗവൺമെന്റ് ആണ് നല്ലത്. 1957 നിങ്ങൾ പറഞ്ഞോ EMSന്റെ ഗവൺമെന്റ് നല്ലതായിരുന്നു എന്ന്? കേട്ടാൽ ഇറക്കുന്ന തെറിയല്ലേ EMSനെ വിളിച്ചത്? അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി മുണ്ടശ്ശേരി മാഷിനെ എന്താ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചത് അവർക്കെതിരായി? മണ്ട മുണ്ട മുണ്ടശ്ശേരി, മണ്ടയിൽ എന്തോ ചകിരിച്ചോറോ? UDF മുദ്രാവാക്യം മറന്നുപോയിട്ടുണ്ടോ? ആ EMS ഗവൺമെന്റിനെതിരായിട്ടല്ലേ കുപ്രസിദ്ധമായ വിമോചന സമരം നിങ്ങൾ സംഘടിപ്പിച്ചത്? ഈ പാവപ്പെട്ട മനുഷ്യന് വിദ്യാഭ്യാസം കൊടുത്തതിന്, ഭൂമിയില്ലാത്ത മനുഷ്യന് കാല് ചവിട്ടി നിൽക്കാൻ ഒരു പിടി മണ്ണ് കൊടുത്തതിന്, ഭൂരിപക്ഷമുള്ള ഗവൺമെന്റിനെ കോൺഗ്രസിന്റെ കേന്ദ്രത്തിലെ മൃഗീയ ഭൂരിപക്ഷം വെച്ച് നിങ്ങൾ പിരിച്ചുവിട്ടത്? അന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു ഇനി 100 വർഷത്തേക്ക് കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു സാന്നിധ്യമേ കേരളത്തിലുണ്ടാവില്ല എന്ന്. അങ്ങനെ ഇല്ലാതാക്കാൻ കഴിയുന്ന പ്രസ്ഥാനമാണോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം? നിങ്ങൾ പിരിച്ചുവിട്ട് 59 കഴിഞ്ഞ് 67 സാക്ഷാൽ EMS കേരളത്തിലെ മുഖ്യമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടില്ലേ? അതിനുശേഷം എത്രയോ അവസരങ്ങളിൽ മാറി മാറി ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നില്ലേ? ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെ നിങ്ങൾ ശ്ലാഘിച്ചിട്ടുണ്ടോ? അതിനുശേഷം വന്ന നയനാർ ഗവൺമെന്റിനെ കോമാളി ഭരണമെന്ന് ആക്ഷേപിക്കാനല്ലേ UDF തയ്യാറായത്? അതിനുശേഷം വന്ന സഖാവ് VSന്റെ ഗവൺമെന്റ് വെട്ടിനിലത്തുകാരന്റെ ഗവൺമെന്റ് എന്ന് ആക്ഷേപിക്കല്ലേ നിങ്ങൾ ചെയ്തത്? ഒന്നാം പിണറായി ഗവൺമെന്റ് അഴിമതിക്കാരുടെ ഗവൺമെന്റ് എന്ന് ആക്ഷേപിച്ചില്ലേ നിങ്ങൾ? അപ്പൊ ഏത് ഗവൺമെന്റ് വന്നാലും അതിനെ ആക്ഷേപിക്കുന്ന സമീപനമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങൾക്കറിയാതെ നിങ്ങളുടെ രാഷ്ട്രീയമാണത്. നിങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഇപ്പൊ പറയുന്നു ഒന്നാം പിണറായി ഗവൺമെന്റ് കൊള്ളാം, രണ്ടാമത് കൊള്ളില്ല. നിങ്ങൾ ഈ രണ്ടാം ഗവൺമെന്റ് കഴിഞ്ഞ് മൂന്നാം ഗവൺമെന്റ് വരുമ്പോൾ നിങ്ങൾ പറയും മൂന്നാം ഗവൺമെന്റ് മോശം, രണ്ടാം ഗവൺമെന്റ് കൊള്ളാമായിരുന്നു.
അങ്ങനെ നിങ്ങളെ കൊണ്ട് പറയിക്കാനാണ് ഇടതുപക്ഷം പരിശ്രമിക്കുന്നത്. ഈ കേരളത്തിലുണ്ടായ സാമൂഹ്യ മാറ്റത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ സംഭാവന വരുന്നല്ലേ? പാവപ്പെട്ട മനുഷ്യർക്ക് പെൻഷൻ, ബാവേലി സ്റ്റോർ, ജനകീയ ആസൂത്രണം, അധികാര വികേന്ദ്രീകരണം, സമ്പൂർണ്ണ സാക്ഷരത, ആർദ്ര മിഷൻ, വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, അങ്ങനെ കേരളത്തിൽ എല്ലാവർക്കും തലചായ്ക്കാനുള്ള ലൈഫ് ഉൾപ്പെടെ ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ സംഭാവനയല്ലേ? മാറി മാറി കേരളം ഭരിച്ച UDFന്റെ സംഭാവന ഏതെങ്കിലും ഒന്ന് പറയാനുണ്ടോ നിങ്ങൾക്ക്? ഇന്ന് കാണുന്ന കേരളത്തിന്റെ മാറ്റത്തിന് UDFന്റെ സംഭാവന ഏതെങ്കിലും ഒന്ന് പറയാനുണ്ടോ? ആ ഇടതുപക്ഷ ഗവൺമെന്റ്, നിങ്ങളുടെ ധാരണ ഇനി ഇടതുപക്ഷ ഗവൺമെന്റ് വരില്ല എന്നായിരുന്നു. 2016 സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അന്ന് 91 സീറ്റാണ് ഇടതുപക്ഷത്തിന്. അന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് വരുമ്പോൾ 2011 മുതൽ 16 വരെ UDFന്റെ ഗവൺമെന്റ് ആയിരുന്നില്ലേ? ആ ഗവൺമെന്റ് തിരിച്ചു വരണമെന്ന് UDF ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ? വഴി നടക്കാൻ കഴിയുന്ന, യാത്ര പോകാൻ കഴിയുന്ന ഏതെങ്കിലും റോഡ് കേരളത്തിലുണ്ടായിരുന്നോ? നമ്മുടെ കേരളം ഇരുട്ടിലായിരുന്നില്ലേ? 100% പവർ കട്ടല്ലേ വ്യവസായങ്ങൾക്കുണ്ടായിരുന്നത്? പീക്ക് അവേഴ്സിൽ പവർ കട്ടുള്ള നാടായിരുന്നില്ലേ കേരളം? കേരളത്തിലെ 142 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതെങ്കിലും ലാഭത്തിലുണ്ടായിരുന്നോ? നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങൾ 3500 ലാഭകരമല്ല എന്ന് പൂട്ടാൻ നിങ്ങൾ ഉത്തരവിട്ട ഗവൺമെന്റല്ലേ അത്? ജില്ലാ ആശുപത്രി വരെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വിൽക്കാൻ അന്ന് നിങ്ങൾ തീരുമാനിച്ചതല്ലേ? മലയാളികൾക്ക്, ലോകമെങ്ങുമുള്ളവർക്ക് തലയുയർത്തി നടക്കാൻ കഴിയാത്ത വിധം അഴിമതിയും കേട്ടാൽ അറയ്ക്കുന്ന കാര്യങ്ങൾ കൊണ്ടും സമ്പന്നമായിരുന്ന UDF ഗവൺമെന്റ് ആയിരുന്നില്ലേ അത്? അത് തിരിച്ചു വരണമെന്ന് UDF ആഗ്രഹിക്കുന്നുണ്ടോ? കേരളത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അവിടെ നിന്നാണ് 2016 ഇടതുപക്ഷ ഗവൺമെന്റ് സഖാവ് പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിലേക്ക് വരുന്നത്. ആ ഗവൺമെന്റ് വന്നതിന് ശേഷമല്ലേ കേരളത്തിൽ ഇന്ന് കാണുന്ന മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്കായത്? നിങ്ങൾ ഉപേക്ഷിച്ച നാഷണൽ ഹൈവേ 66 ശ്രീ ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞില്ലേ, ഭൂമിയെടുക്കാൻ 15 വർഷം, നടപ്പിലാക്കാൻ 15 വർഷം, 30 വർഷം വേണം. NH66 അതുകൊണ്ട് നടപ്പിലാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ പദ്ധതി. ആ നാഷണൽ ഹൈവേ 66 2025 ഡിസംബർ മാസം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ 6 ലൈൻ ഇങ്ങനെ പൂർത്തീകരിക്കുകയാണ്. നിങ്ങൾ ഉപേക്ഷ പദ്ധതിയല്ലേ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി? 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞ 47 കിലോമീറ്റർ പൈപ്പ് ലൈൻ. 2 വർഷം കൊണ്ട് LDF ഗവൺമെന്റ് പൂർത്തീകരിച്ചത് 470 കിലോമീറ്റർ പൈപ്പ് ലൈൻ. നിങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങളിത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല. വർഗീയ ശക്തികളും പരിസ്ഥിതിവാദികളും ചേർന്ന് സമരം നടത്തിയില്ലേ? കേരളത്തിലെ റോഡ് വികസനത്തെ തടയാൻ നന്ദിഗ്രാമിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് BJPയും കോൺഗ്രസും ആ റോഡ് നിർമ്മാണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചില്ലേ? അവിടെ നിൽക്കുകയാണോ പിണറായി വിജയൻ ചെയ്തത്? ആ പദ്ധതി അത് കണ്ട് അവസാനിപ്പിക്കുകയാണോ ഇടതുപക്ഷം ചെയ്തത്? ഭാവി കേരളത്തിന് വേണ്ടി ആ പദ്ധതി നമുക്ക് ആവശ്യമാണ് എന്ന് പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ ഗവൺമെന്റാണ് LDF. നിങ്ങൾ ഉപേക്ഷിച്ച മറ്റൊരു പദ്ധതിയുണ്ട്, കൊച്ചിയുടെ പവർ ഹൈവേ. പവർ കട്ടിലുള്ള ലോഡ് ഷെഡിങ്ങിലുള്ള കേരളത്തെ വൈദ്യുതി മിച്ച സംസ്ഥാനമാക്കുന്നതിന് വേണ്ടി കൂടംകുളത്ത് വൈദ്യുതി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കൊച്ചിയുടെ പവർ ഹൈവേ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉപേക്ഷിച്ചു. പിണറായി മുഖ്യമന്ത്രിയായപ്പോൾ യാഥാർത്ഥ്യമാക്കി. അതിലൂടെ വൈദ്യുതി ഇന്ന് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നാടിനോട് സ്നേഹം വേണ്ടേ? ഭാവി തലമുറയോട് സ്നേഹം വേണ്ടേ? ഈ രാജ്യത്തെ 1-ാം നമ്പർ സംസ്ഥാനമായി കേരളത്തെ മാറ്റണ്ടേ? വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്ത് നമ്പർ 1 ഇന്ന് കേരളം. നമ്മുടെ നാട്ടിലെ 5 വയസ്സ് കഴിഞ്ഞ ഏതെങ്കിലും കുട്ടി സ്കൂളിൽ പോകാതിരിക്കുന്നുണ്ടോ?
1-ാം ക്ലാസ്സിൽ ചേർന്നാൽ കുട്ടിക്ക് ഉച്ചഭക്ഷണം സൗജന്യം, യൂണിഫോം സൗജന്യം, പുസ്തകം സൗജന്യം. പഴയ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ഇരിക്കുന്നുണ്ട്. 1-ാം പിണറായി ഗവൺമെന്റ് നടപ്പിലാക്കിയ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ പ്രധാനപ്പെട്ട നടത്തിപ്പുകാരൻ കേരളത്തിന്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രി. എന്ത് മാറ്റമാണ് ഉണ്ടായത്? നിങ്ങൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച ഏതെങ്കിലും സ്കൂൾ അടച്ചുപൂട്ടിയോ? നിങ്ങൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച സ്കൂളുകൾ ഏറ്റെടുത്ത ഗവൺമെന്റില്ലേ? അത് ഏറ്റെടുക്കുക മാത്രമല്ല, ലോകോത്തരമായ വിദ്യാലയങ്ങളാക്കി അതിനെ മാറ്റി. അൺഎക്കണോമിക്കായ വിദ്യാലയങ്ങളുടെ കുട്ടികളുടെ എണ്ണം കൂടി. 5.5 ലക്ഷം കുട്ടികൾ വർദ്ധിച്ചു ഇന്ത്യയിലെ. മറ്റൊരു പ്രദേശത്തും ഇല്ലാത്ത കേരളത്തിൽ. ഒരു കുട്ടി വർദ്ധിച്ചാൽ 50,000 ഉറുപ്പിക കുട്ടിയുടെ ചെലവിന് വേണ്ടി ഓരോ വർഷവും ബഡ്ജറ്റിൽ കാണണം. അതാണ് കേരളം. വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തെ 1-ാം സ്ഥാനമുള്ള സംസ്ഥാനമായി കേരളം മാറി. ഇന്ത്യയിലെ നീതി ആയോഗ് ഒരു പരിശോധന നടത്തിയല്ലോ. ഇന്റർനെറ്റുള്ള സർക്കാർ സ്കൂളുകളുടെ എണ്ണം അത് പരിശോധിച്ചപ്പോൾ 1-ാം സ്ഥാനം കേരളത്തിന്. കേരളത്തിന്റെ 95% ഗവൺമെന്റ് സ്കൂളിലും ഇന്റർനെറ്റ്. അപ്പൊ പുതിയ സ്കൂൾ കെട്ടിടം മാത്രമല്ല, ആധുനികമായ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കിയ നാടാണ് കേരളം. അതുകൊണ്ടാണ് കേരളം നമ്പർ 1 കേരളം എന്ന് പറയുന്നത്. ആരോഗ്യരംഗത്ത് കേരളം 1-ാം സ്ഥാനത്തല്ലേ? രാജ്യത്തെ നീതി ആയോഗ് ഇന്ത്യയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ 1 മുതൽ 10 വരെയുള്ള സ്ഥാനം അടയാളപ്പെടുത്തി. 1-ാം സ്ഥാനം കേരളത്തിന്. 2-ാം സ്ഥാനം നോക്കിയപ്പോൾ അതും കേരളത്തിന്. ബോധം 4, 5, 6, 7, 8, 9, 10 ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ കേരളം മാത്രം. അതാണ് കേരളത്തിന്റെ ആരോഗ്യരംഗം. 680 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഡോക്ടർ ഉണ്ടോ? UDFന്റെ കാലത്ത് മരുന്നുണ്ടോ? ഏതെങ്കിലും മനുഷ്യ സർക്കാർ ആശുപത്രിയിൽ പോകുന്നുണ്ടോ? അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നില്ലേ അവിടെ? ഇന്ന് നാട്ടിൻപുറത്തെ ആളുകൾ പോയി വിശ്രമിക്കാനിരിക്കുന്ന സങ്കേതമായി കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മാറിയില്ലേ? മരുന്നും ചികിത്സയുമുള്ള കേന്ദ്രങ്ങളായി നമ്മുടെ ആശുപത്രികൾ മാറിയില്ലേ? ലോകം മുഴുവൻ ബാധിച്ച കോവിഡ് മഹാമാരി, ആ കോവിഡ് മഹാമാരി ലോകത്ത് ഫലപ്രദമായി കൈകാര്യം ചെയ്ത രാജ്യങ്ങളുടെ പട്ടിക വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രസിദ്ധീകരിച്ചു. അപ്പൊ അവിടെ നോക്കിയപ്പോ അവിടെ കേരളം ഒരു രാജ്യമല്ല, പക്ഷേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കേരളത്തെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഏറ്റവും മികച്ച നിലയിൽ കോവിഡ് മഹാമാരിയെ കൈകാര്യം ചെയ്ത പ്രദേശം കേരളം. അമേരിക്കയിൽ പോലും 60 കഴിഞ്ഞ മനുഷ്യൻ ഓക്സിജൻ സിലിണ്ടർ മാറ്റി 59കാരന് വെച്ചു കൊടുക്കുന്ന രാജ്യമായി മാറിയപ്പോൾ ഇവിടെ 104 വയസ്സുള്ള അന്നാമ ചേടുത്തിമാർ ചികിത്സ കഴിഞ്ഞ് ആരോഗ്യവതികളായി ആശുപത്രിയുടെ പടിയിറങ്ങിപ്പോകുന്ന കാഴ്ച ലോകത്തിന് അത്ഭുതമായിരുന്നു. അതാണ് കേരളം. ആരോഗ്യരംഗത്ത് നമ്പർ 1 കേരളം. വയോജനങ്ങളുടെ സംരക്ഷണത്തിൽ 1-ാം സ്ഥാനം കേരളം. കുട്ടികളുടെ സംരക്ഷണത്തിൽ 1-ാം സ്ഥാനം കേരളം. എവിടെ എടുത്താലും കേരളം 1-ാം സ്ഥാനം. ഇന്ത്യ ഭരിക്കുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇവരെ ഇടയ്ക്ക് പറയൂല്ലോ, ഗോപാലകൃഷ്ണൻ കൂട്ടരും ഞങ്ങൾ ഇടയ്ക്ക് UP പോവും. ആരെങ്കിലും പോയിട്ടുണ്ടോ? ഏതെങ്കിലും BJPക്കാരൻ UP പോയിട്ടുണ്ടോ? കാരണം UP പോയാൽ 65 വയസ്സ് മരിക്കണം. കേരളത്തിൽ നിന്നാൽ 75 വയസ്സിലെ മരിക്കേണ്ട കാര്യമുള്ളൂ. ആയുർദൈർഘ്യം എന്ന് രാജ്യത്തെ ആയുർദൈർഘ്യത്തെക്കാൾ കൂടുതൽ ആയുർദൈർഘ്യമുള്ള നാടാണ് കേരളം. അതുകൊണ്ട് ഒറ്റ BJPക്കാരനും പോകത്തില്ല. BJP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മണ്ഡലമാണ് ഗോരഖ്പൂർ. അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അതിന്റെ പേര് BRD മെഡിക്കൽ കോളേജ് എന്നാണ്. 485 കുട്ടികൾ ഓക്സിജൻ കിട്ടാതെ മരിച്ച ഒരു മെഡിക്കൽ കോളേജാണ് BRD മെഡിക്കൽ കോളേജ്. അവിടെ ഓക്സിജൻ എത്തിച്ചു കൊടുക്കാനല്ല, അതിന് ശ്രമിച്ച ഡോക്ടറെ തന്നെ പുറത്താക്കി. ആ BRD മെഡിക്കൽ കോളേജ് ഉത്തർപ്രദേശിലെ 16 ജില്ലകൾക്ക് ആകെയുള്ള മെഡിക്കൽ കോളേജാണ്.
ഇവിടെ ഒരു ജില്ലയിൽ 5-6 മെഡിക്കൽ കോളേജാണ്. അതാണ് കേരളത്തിന്റെ ആരോഗ്യരംഗത്തുള്ള പ്രത്യേകത. കോവിഡ് മഹാമാരി വന്ന് ഇന്ത്യയിലെ BJP സർക്കാർ എന്തെങ്കിലും ചെയ്തോ? 65,000 കോടി ബഡ്ജറ്റിൽ മാറ്റിവെച്ചു. കോവിഡ് ആശുപത്രി ഉണ്ടാക്കാനോ കോവിഡ് വാക്സിൻ ഉണ്ടാക്കാനോ ഈ രാജ്യത്തെ ഗവൺമെന്റുകളെ സഹായിക്കാനോ ഇന്ത്യയിലെ BJP ഗവൺമെന്റ് സന്നദ്ധമായോ? ഇല്ലെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പ്രധാനമന്ത്രി മോദിജി പറഞ്ഞു, നിങ്ങൾ അടുക്കളയിൽ പോകൂ, ഒരു പാത്രമെടുക്കൂ, ഒരു തവിയെടുക്കൂ, കൊട്ടു, ഗോ കൊറോണ, ഗോ കൊറോണ. നമ്മുടെ നാട്ടിലെ BJP-ക്കാർ വീടുകൾ വന്ന് പറഞ്ഞില്ലേ മോദിജി പറഞ്ഞ കാര്യം? എന്നിട്ടും കൊറോണ പോകുന്നില്ലെങ്കിൽ ടോർച്ച് എടുക്കൂ, അടിക്കോ, ഗോ കൊറോണ. ഒരു പരിഷ്കൃത സമൂഹത്തെ ഇങ്ങനെ അഭ്യാസം കൊണ്ട് നേരിടാനുള്ള സമീപനം സ്വീകരിക്കുകയല്ലേ? അവിടെയല്ലേ കേരളം ആരോഗ്യരംഗത്ത് വീരോചിതമായ നേട്ടം കൈവരിച്ച് മരണസംഖ്യ ഏറ്റവും കുറഞ്ഞ നാടായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗംഗാനദിയിലൂടെ ശവശരീരങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒഴുകിപ്പോകുന്ന വാർത്ത വായിച്ച നമ്മൾ ലോകത്തെ ഏറ്റവും കുറഞ്ഞ മരണസംഖ്യയുള്ള നാടായി ഈ കേരളത്തെ LDF ഗവൺമെന്റ് മാറ്റുന്നത് കണ്ടില്ലേ? അതിന് സാക്ഷ്യം വഹിച്ചില്ലേ? രാജ്യത്തെ ജനങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തെരുവുകളിൽ അലിഞ്ഞു നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ പട്ടിണി കിടന്നോ? ലോക്ക്ഡൌണും അതുപോലെ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ തൊഴിലെടുക്കാൻ പോലും പോകാൻ കഴിയാത്ത മനുഷ്യരെ സംരക്ഷിക്കാൻ ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ആ ഗവൺമെന്റ് LDF ആണ്. അതിന്റെ മുഖ്യമന്ത്രിയുടെ പേര് സഖാവ് പിണറായി വിജയൻ എന്നാണ്. 95 ലക്ഷം വരുന്ന മനുഷ്യർക്ക് അവരുടെ വീടുകളിൽ ഭക്ഷ്യക്കിറ്റ് എത്തിച്ചു കൊടുത്ത് പട്ടിണി കിടക്കാതെ ഒരു മനുഷ്യൻ പോലും ഇവിടെ പട്ടിണി കിടക്കാതിരിക്കുക എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കിയ ഒരു LDF ഗവൺമെന്റ് സഖാവ് പിണറായിയുടെ ഗവൺമെന്റ്. BJP-യും കോൺഗ്രസും എന്നിട്ടും സമരം ചെയ്തു. എന്താ ഒരു സമരം? പിണറായി കൊടുത്ത കിറ്റിലെ കടുകിന്റെ വലിപ്പം കുറഞ്ഞു പോയി. ശർക്കരയ്ക്ക് വേണ്ടത്ര കറുപ്പില്ല. സമരം നടത്തില്ലേ നിങ്ങൾ? എന്നാൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ തയ്യാറായോ? നിങ്ങൾ അമിതമായി ആഹ്ലാദിച്ചു. ഇടതുപക്ഷ ഗവൺമെന്റ് ഇപ്പൊ അധികാരം വിട്ടു പോകും, ഉടൻ തന്നെ ഭരണം ഞങ്ങളുടെ കൈ വരും. 2020-21 കാലയളവിൽ ഈ കേരളത്തിൽ നിങ്ങൾ നടത്തിയ പ്രചാരവേല അതല്ലേ? കോൺഗ്രസും BJP-യും ഒരുമിച്ച് ചേർന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് ആക്രമിച്ചില്ലേ? ഇടതുപക്ഷ ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള കള്ള പ്രചാരവേല ഏറ്റെടുത്തില്ലേ? സ്വർണ്ണക്കടത്തിന്റെ പേരിൽ, ഖുറാനിൽ സ്വർണം കടത്തിയതിന്റെ പേരിൽ എത്രയോ വിപുലമായ വാർത്തകളാണ് നിങ്ങൾ കൊടുത്തത്. മലയാള മനോരമയും മാതൃഭൂമിയും കേരള കൗമുദിയും ഏഷ്യാനെറ്റും അതുപോലെ വിവിധ ചാനലുകളും മത്സരിച്ച് വാർത്ത കൊടുത്തില്ലേ? ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അന്ത്യം കുറിക്കും. ഇപ്പോൾ ഇതാ കുടുങ്ങാൻ പോകുന്നു, കുരുക്ക് മുറുകുന്നു. ഒരു വർഷം കുരുക്കിയില്ലേ നിങ്ങൾ? നമ്മുടെ രാജ്യത്തെ സകലവിധ അന്വേഷണ ഏജൻസികളുടെ ഓഫീസ് ഈ കേരളത്തിൽ തുടങ്ങിയില്ലേ? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CID, ഇൻകം ടാക്സ്. ഏതെങ്കിലും ഒരു ഓഫീസ് അപേക്ഷിച്ചോ ഇവിടെ ഇല്ലാത്തത്? 2.5 വർഷക്കാലം അന്വേഷണം നടത്തിയില്ലേ? മുഖ്യമന്ത്രിയെ പോയിട്ട് ഏതെങ്കിലും മന്ത്രിയെ നിങ്ങൾക്ക് പ്രതിയാക്കാനായോ? മന്ത്രിമാർ വേണ്ട, ഇടതുപക്ഷ പ്രവർത്തകൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി, അയൽക്കാരനെ പോലും പ്രതിയാക്കാൻ കഴിഞ്ഞോ? ഇടതുപക്ഷ ഗവൺമെന്റ് വരാതിരിക്കാൻ നിങ്ങൾ നടത്തിയ ആ ശ്രമങ്ങൾ പാഴ്വേലയായി പോയില്ലേ? മാധ്യമങ്ങളുടെ എഴുത്ത് എത്ര ടൺ മഷി നിങ്ങൾ ഉപയോഗിച്ചു? എത്ര ലിറ്റർ, എത്ര ടൺ പേപ്പർ നിങ്ങൾ ഉപയോഗിച്ചു? ഇടതുപക്ഷ ഗവൺമെന്റിനെ കടമുഴക്കാൻ നിങ്ങൾ കഴിഞ്ഞോ? അതിനുശേഷം ഇപ്പോഴും വീണ്ടും ആ വേട്ടയാട തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ? 2 ദിവസം മുമ്പാണ് കരിമന്നൂർ കേസിന്റെ പ്രതി ചേർക്കപ്പെട്ടിരുന്ന പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ അരവിന്ദാക്ഷ ജാമ്യം കൊടുത്തുകൊണ്ടുള്ള വിധി വന്നത്. UDF-കാരും BJP-ക്കാരും ആ വിധി വന്നതോടുകൂടി ഇപ്പൊ മിണ്ടാട്ടമില്ല.
എന്താ കേരള ഹൈക്കോടതിയുടെ വിധി? ആ വിധിയിൽ കേരള ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്, എൻഫോഴ്സ്മെന്റ് പറഞ്ഞ വാദങ്ങൾ അംഗീകരിക്കാൻ ഒന്നും കാണുന്നില്ല. അതിനേക്കാൾ ഞങ്ങൾക്ക് വിശ്വാസ്യത നിങ്ങൾ പ്രതി ചേർത്തിട്ടുള്ള ഈ മനുഷ്യർ പറയുന്ന കാര്യമാണ്. നിങ്ങളുടെ അന്വേഷണം എന്ത് തീരുമെന്നോ എത്ര കാലം ഇനി എടുക്കുമെന്നോ ഒരു ധാരണയും നിങ്ങൾക്കുമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സാധാരണ കള്ളപ്പണ കേസിൽ പരമാവധി ശിക്ഷ 3 വർഷം മുതൽ 7 വർഷം വരെയാണ്. 1.5 വർഷമായി മനുഷ്യനെ ഒന്നുമില്ലാതെ ജയിലിലിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിരുപാധികമായി ജാമ്യം കൊടുക്കുകയാണ്. പറഞ്ഞില്ലേ കേരളത്തിലെ ഹൈക്കോടതി? എത്ര കാലമായി നിങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയും ഇടതുപക്ഷത്തെയും വേട്ടയാടി? ഏതെങ്കിലും മാധ്യമങ്ങൾ ഞങ്ങൾക്ക് പറ്റിയ പിശകാണ് എന്ന് പറഞ്ഞോ? കള്ളക്കേസുകൾ പെടുത്തിയാൽ ഇടതുപക്ഷത്തെ തകർക്കാമെന്നാണ് നിങ്ങൾ കരുതുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിയെ 9ഉം 10ഉം തവണ ചോദ്യം ചെയ്തില്ലേ? ഈ പാർട്ടിയുടെ ബ്രാഞ്ച് മുതൽ ജില്ലാ ഓഫീസ് വരെയുള്ള ഈ സമ്പത്ത് കരിവന്നൂരിൽ നിന്നും എടുത്ത സമ്പത്താണ് എന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചില്ലേ? ഇന്ത്യയിലെ പ്രധാനമന്ത്രി തന്നെ പൊതുയോഗത്തിൽ പറഞ്ഞില്ലേ CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്ക് 100 കോടി ആസ്തിയുള്ള മനുഷ്യരാണെന്ന്? ഞങ്ങൾക്ക് 100 കോടിയല്ല, ചിലപ്പോൾ 1000 കോടി ഉണ്ടാകും. 1000 കോടി ഈ പാവപ്പെട്ട അധ്വാനിക്കുന്ന മനുഷ്യൻ അവരുടെ വിയർപ്പിന്റെ ഭാഗമായി അവരധ്വാനിച്ചതിന്റെ വിഹിതം കൊടുത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി നൽകിയ സംഭാവനയാണ്. ഞങ്ങൾക്കൊരു ബാങ്കിന്റെയും ഞങ്ങൾക്കൊരു കള്ളപ്പണക്കാരന്റെയും പണം ആവശ്യമില്ല. കള്ളപ്പണം കോൺഗ്രസിന്റെ സമീപനമാണ്. തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ നേതാവ് KPCCയുടെ സെക്രട്ടറി ഇപ്പൊ എവിടെയാ കിടക്കുന്നത്? 30 കോടിയുടെ കേസിൽ ജയിലിൽ കിടക്കുന്ന KPCCയുടെ സെക്രട്ടറിയുള്ള ഒരു പാർട്ടി അവർ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഇടതുപക്ഷത്തിനെതിരെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കള്ളപ്രചാരവേല നടത്താൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ പാഴ്മുറം കൊണ്ട് മറയ്ക്കാൻ കഴിയുന്ന സൂര്യനല്ല ഇടതുപക്ഷം CPIM എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഞങ്ങളെ നേരിടാൻ സന്നദ്ധമായവരുടെ പ്രസ്ഥാനമാണ്. ജയിലറകൾ ഞങ്ങളുടെ മുമ്പിൽ മലർക്ക് തുറന്നു കിടക്കുന്ന ഒട്ടേറെ അനുഭവം ഞങ്ങളുടെ മുമ്പിലുണ്ട്. അത് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ചങ്കൊടി പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ മുമ്പിൽ ജനങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ ഞങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യം നിർവഹിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. 2016-ൽ LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ 600 കാര്യങ്ങൾ നിർവഹിക്കുമെന്നാണ് ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞത്. ആ 600-ൽ 580 കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് 2024-ൽ ജനങ്ങളെ ഞങ്ങൾ അഭിമുഖീകരിച്ചത്. 2016 മുതൽ 2021 വരെയുള്ള കാലം നിങ്ങൾക്കെല്ലാം അറിയാം. ഈ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയത്തിന് 100 വർഷത്തിനിടയിൽ സാക്ഷ്യം വഹിച്ച ഒരു വർഷം 2018 ആയിരുന്നു. ഈ നാട് മുഴുവൻ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ വെള്ളപ്പൊക്കം 2019 20-ലെയും 21-ലെയും കോവിഡ് മഹാമാരി 10,000 കോടിയുടെ പ്രതിസന്ധി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ. അതൊന്നും ഇടതുപക്ഷ ഗവൺമെന്റ് ജനങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാതിരിക്കാനുള്ള ഒരു കാരണമായി പറഞ്ഞില്ല. അത് ഓരോന്നും അക്കമിട്ട് പറഞ്ഞ് നടപ്പിലാക്കിയ പ്രസ്ഥാനമാണ്. വികസന കാര്യങ്ങൾ മാത്രമല്ല, ക്ഷേമകാര്യങ്ങൾ. UDF-ന്റെ കാലത്ത് ഈ പാവപ്പെട്ട മനുഷ്യർക്കുള്ള പെൻഷൻ നിങ്ങൾ നിഷേധിച്ചു. ശ്രീമാൻ ഉമ്മൻചാണ്ടിയും ശ്രീമാൻ ആന്റണിയും പാവങ്ങൾക്കുള്ള പെൻഷൻ കൊടുക്കാതിരുന്നു. ആന്റണി 2 വർഷം കൊടുത്തില്ല, ഉമ്മൻചാണ്ടി 18 മാസം കൊടുത്തില്ല. 1980-ൽ കേരള നിയമസഭയിൽ പെൻഷൻ സഖാവ് നയനാർ പ്രഖ്യാപിക്കുമ്പോൾ അത് കേരളത്തിന്റെ ഖജാനയ്ക്ക് നഷ്ടമാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ഒരു പാർട്ടിയുണ്ട്. അത് കോൺഗ്രസ് പാർട്ടിയാണ്. അവരുടെ നേതാവിന്റെ പേര് ലീഡർ കരുണാകരൻ എന്നാണ്. ഇതൊന്നും കേരളം മറന്നു പോയിട്ടില്ല. അതെല്ലാം ഈ നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ പെൻഷൻ 80-ൽ നിന്നും 1600-ലേക്ക് എത്തിച്ചു. അതിൽ കോൺഗ്രസിന്റെ സംഭാവനയുണ്ടോ? നിങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങളുടെ ഭരണകാലത്ത് അവരെ സഹായിക്കട്ടെ എന്ന് കരുതി തീരുമാനമെടുത്തിട്ടുണ്ടോ? ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോഴാണ്.
നിങ്ങൾ 28 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തപ്പോൾ ഇന്ന് 62 ലക്ഷം പേർക്കാണ് LDF പെൻഷൻ കൊടുക്കുന്നത്. ഒരു വർഷം പെൻഷന് വേണ്ടി മാത്രം LDF ഗവൺമെന്റ് ബാക്കി വെക്കുന്നത് 11,000 കോടി രൂപയാണ്. 11,000 കോടി രൂപ ഒരു വർഷം പെൻഷന് വേണ്ടി LDF ഗവൺമെന്റ് കൊടുക്കുന്നത്. രാജ്യത്തെ മറ്റൊരു ഗവൺമെന്റും ഇല്ലാത്ത വിധം ക്ഷേമ പ്രവർത്തനങ്ങൾ. ഈ പെൻഷൻ 2,600 നിർത്താനല്ല, അതിനിയും വർദ്ധിപ്പിക്കാനാണ് LDF ഗവൺമെന്റ് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷ ഗവൺമെന്റ് ജനക്ഷേമ പ്രവർത്തനം നടത്താതിരിക്കാൻ അതിൽ കോൺഗ്രസും BJPയും ഏകോദര സഹോദരങ്ങളെ പോലെ പ്രവർത്തിക്കുകയാണ്. എല്ലാ മാസവും പെൻഷൻ കൊടുക്കാൻ നമ്മൾ ഉണ്ടാക്കിയ പെൻഷൻ ഫണ്ട് ആ സംവിധാനത്തെ കേരളത്തിന്റെ കടബാധ്യതയാക്കി മാറ്റി. അത് കേന്ദ്ര BJPയും കേരളത്തിലെ കോൺഗ്രസും ചേർന്ന് തകർത്തു. 2016 മുതൽ 2023 സെപ്റ്റംബർ മാസം വരെ കൊടുത്ത പെൻഷൻ 4 മാസം കൊടുക്കാൻ കഴിഞ്ഞില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ എന്ത് പ്രതിഷേധമായിരുന്നു കേരളമാകെ കോൺഗ്രസ് നടത്തിയത്? എന്ത് പ്രതിഷേധമാണ് BJP നടത്തിയത്? നിങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് 1 രൂപ കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് പാവപ്പെട്ടവരെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? എന്നിട്ട് അവരാണ് കേരളത്തിന്റെ ഗവൺമെന്റിനെതിരായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇന്ന് കേരളം സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന സംസ്ഥാനമായിരുന്നു. കോവിഡ് മഹാമാരി കാലത്ത് നമ്മുടെ ആഭ്യന്തര കടം 39%. അത് 34% കുറച്ചു. നമ്മുടെ നികുതി വിഹിതം നമുക്ക് പിരിച്ചെടുക്കാൻ കഴിഞ്ഞ 42,000 കോടിയായിരുന്നു. അത് 72,000 കോടിയായി വർദ്ധിച്ചു. എന്താ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം? കഴിഞ്ഞ 8 വർഷമായി കേന്ദ്രം നമുക്ക് തരാനുള്ളതിൽ 1.5 ലക്ഷം കോടിയുടെ കുറവാണ് ഇന്ന് കേരളത്തിൽ ലഭിക്കുന്നത്. ഓരോ വർഷവും 2022 മുതൽ 57,000 കോടിയുടെ കുറവ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ലഭിക്കാനുള്ള 7,250 കോടി അതും ഇല്ല. നാഷണൽ ഹെൽത്ത് മിഷൻ നിർത്തി. വിദ്യാഭ്യാസ മേഖലയിൽ കൊടുക്കുന്ന സഹായം അത് അവസാനിപ്പിച്ചു. UGC AICTE കയ്യിൽ കൊടുക്കാനുള്ള പണം 1,500 കോടി അതുമില്ല. അങ്ങനെ സാമ്പത്തികമായ പ്രതിസന്ധിയിലുണ്ടാക്കി ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തുന്ന ജനക്ഷേമ പ്രവർത്തനം അട്ടിമറിച്ച് ജനങ്ങളെ LDFനെതിരാക്കുക. അങ്ങനെ UDFനും BJPക്കും ഒരുമിച്ച് ചേർന്ന് അധികാരത്തിൽ വരാൻ കഴിയുക. ഇതാണ് അവരുടെ സ്വപ്നം. ആ സ്വപ്നമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചേലക്കര തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് വന്ന് പറഞ്ഞത്. ചേലക്കരയിൽ എന്തായാലും കോൺഗ്രസ് ജയിക്കാൻ പോവുകയാണ്. ഭരണവിരുദ്ധ വികാരമാണ് ഇവിടെ. ആ വികാരം പിണറായി വിജയനോടുള്ള വെറുപ്പായി മാറിയിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് ചേലക്കരയിൽ വന്ന് പറഞ്ഞത്. ഞങ്ങൾ 10,000 വോട്ട് പുതുതായി ചേർത്തിരിക്കുന്നു. ഞങ്ങൾ എല്ലാ ബൂത്ത് തലത്തിലും പ്രവർത്തനം സംഘടിപ്പിച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുടക്കി ചേലക്കരയിൽ. എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് ചേർത്തു കോൺഗ്രസും UDFും. അൻവറിനെ പോലെ ഇടതുപക്ഷത്തിനെതിരായി പ്രസംഗിച്ചവരെ പ്രധാനപ്പെട്ട പ്രചാരകരാക്കി താരപ്രചാരകരാക്കി മാറ്റി. കേരളത്തിലെ മുഖ്യമന്ത്രി സഖാ പിണറായി വിജയനെതിരെയും LDF ഗവൺമെന്റിനെതിരെയും മൈക്ക് വെച്ച് കെട്ടി പ്രവർത്തനം നടത്തി. എന്താ അവർ പ്രചരിപ്പിച്ചത്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഗവൺമെന്റിന്റെ യാഥാർത്ഥ്യമാക്കലിന്റെ തുടക്കമായി ചേലക്കര മാറാൻ പോവുകയാണ്. അങ്ങനെ ചേലക്കരയിൽ പിടിച്ചെടുത്ത് ഞങ്ങൾ 26-ൽ കേരള നിയമസഭയുടെ നേതൃത്വത്തിലേക്ക് വരുമെന്ന് പ്രഖ്യാപിച്ചു കോൺഗ്രസും UDFും. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം എന്താ? 2016-ൽ UDF ഗവൺമെന്റ് തകർന്ന തരിപ്പണമായി അന്ന് LDF ഗവൺമെന്റ് വിജയിക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ സ്ഥാനാർത്ഥി ഇന്നത്തെ LDF സ്ഥാനാർത്ഥി സഖാവ് UR പ്രദീപ് തന്നെയായിരുന്നു. അന്ന് പ്രദീപിന് കിട്ടിയ 10,000 വോട്ടിന്റെ സ്ഥാനത്ത് 12,200 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം ചെങ്കൊടി പാറിക്കളിച്ച വിജയം ചേലക്കരയിൽ.
അപ്പൊ ഒരു കാര്യം UDF-നും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾക്ക് മനസ്സിലായി, ഇനി രക്ഷയില്ല. ഇടതുപക്ഷത്തിന്റെ തുടർ ഭരണമല്ല, തുടർച്ചയായ ഭരണത്തിലേക്ക് കേരളം പോകുന്നു. ഒരു പുതിയ കേരളം, നവകേരളം സൃഷ്ടിക്കാൻ ഇടതുപക്ഷത്തിനൊപ്പം കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അണിചേരും എന്ന് UDF-ന് മനസ്സിലായി. നമ്മുടെ മുമ്പിൽ ജനങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക എന്നതാണ്. 900 വാഗ്ദാനങ്ങൾ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 782 വാഗ്ദാനങ്ങളും യാഥാർത്ഥ്യമാകുന്നതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1.5 വർഷം കൂടി ഇടതുപക്ഷ ഗവൺമെന്റിനുണ്ട്. ആ 1.5 വർഷം കൊണ്ട് കേരളത്തിൽ പൂർത്തീകരിക്കാനുള്ള എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് UDF-നും BJP-ക്ക് മനസ്സിലായത്, നിലവിൽ ഞങ്ങൾ നിന്നാൽ മാത്രം LDF-നെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്നാൽ എല്ലാ വർഗീയ ശക്തികളെയും ഒരുമിച്ച് ചേർക്കണം. 959-ൽ വിമോചന സമരം നടത്തി ഇടതുപക്ഷത്തെ അധികാരത്തിൽ മാറ്റിയതുപോലെ ഈ കേരളത്തിലെ ജാതിമത ശക്തികളെ എല്ലാം ഒരുമിച്ച് ചേർക്കണം. എല്ലാ വർഗീയ ശക്തികളെയും ഒരുമിച്ച് ചേർക്കണം. അതിനുള്ള പ്രവർത്തനമാണ് ഇപ്പം നടത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ന്യൂനപക്ഷ വർഗീയ പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയും SDPയും ഒരു വശത്ത്, മറുവശത്ത് RSSും സംഘപരിവാറും. എന്താണ് ഇവർ നടത്തുന്ന പ്രചരണം? SDPയും ജമാഅത്തെ ഇസ്ലാമിയും നടത്തുന്ന പ്രചരണം എന്താ? കേരളത്തിലെ CPIM-ഉം ഇടതുപക്ഷവും സംഘപരിവാറുമായി കൈകോർക്കുകയാണ്. പിണറായി വിജയൻ സംഘപരിവാറിന്റെ ഏജന്റാണ്. എന്ത് പ്രചാരവേലയെ നടത്തുക? ഈ നാടിന്റെ യാഥാർത്ഥ്യം ജമാഅത്തെ ഇസ്ലാമിക്കും SDPക്കും അറിയാത്തവരാണോ? RSSനെതിരെ നട്ടലുയർത്തി നിൽക്കുന്ന ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരു പേരേയുള്ളൂ, സഖാവ് പിണറായി വിജയൻ എന്നാണ് അതിന്റെ പേര്. ആ പിണറായി വിജയന്റെ തലയ്ക്ക് 2 കോടി ഇനാമിട്ട പ്രസ്ഥാനത്തിന്റെ പേര് RSS എന്നാണ്. ആ പിണറായി വിജയനും LDF-ഉം RSSനൊപ്പമാണ് എന്ന് കോൺഗ്രസും ലീഗും വർഗീയ ന്യൂനപക്ഷ വർഗീയ കക്ഷികളും പ്രചരിപ്പിക്കുകയാണ്. കോൺഗ്രസിനോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഈ വർഗീയ ശക്തികളുമായുള്ള ചങ്ങാത്തം അത് നടത്തിയ നിങ്ങളാണ്. ഇപ്പൊ 2 നേതാക്കന്മാർ, ശ്രീമാൻ സുധാകരനും സതീശനും, ഒരു മറയുമില്ലാതെ വർഗീയ പ്രവർത്തനം നടത്തുന്നവരാണ്. സുധാകരൻ പറഞ്ഞത്, എനിക്ക് BJP-യിലേക്ക് പോകണമെങ്കിൽ ഐ വിൽ ഗോ വിത്ത് BJP. എനിക്ക് ആരുടെ സീറ്റ് വേണ്ട, BJP-യിലേക്ക് പോകും. തലശ്ശേരി കലാപകാലത്ത് ഒരു മനുഷ്യർ പോലും RSSനെ വീടുകളിൽ കയറ്റാറില്ലാത്ത കാലത്ത് RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നവനാണ് ഞാൻ എന്ന് പ്രഖ്യാപിക്കാൻ മടിയില്ലാത്ത ആളാണ് KPSSിന്റെ പ്രസിഡന്റ്. പ്രതിപക്ഷ നേതാവ് നമ്മുടെ സതീശനാണെങ്കിലോ പൂജനീയ RSS സർവസംഘചാലകന്റെ മുമ്പിൽ ഇങ്ങനെ സാഷ്ടാംഗം പ്രണമിച്ച് നിൽക്കാൻ മടിയുമില്ലാത്ത ആളാണ്. ഇന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ RSSുമായി സന്ധി ചെയ്ത എത്രയോ സന്ദർഭമുണ്ട്. ബാബറി മസ്ജിദ് തകർക്കുന്നതിന് വേണ്ടി അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു 24 മണിക്കൂറുമല്ലേ പൂജാമുറിയിൽ കയറി അടച്ചിരുന്നത്. രാജ്യത്തിന്റെ മതനിരപേക്ഷ വികാരം തകർത്തു കഴിഞ്ഞല്ലേ 23 ഭാഷയിൽ പാണ്ഡിത്യമുള്ള ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു പൂജാമുറിയിൽ നിന്ന് പുറത്തിറങ്ങിയത്. RSSുമായി സന്ധി ഉണ്ടാക്കിയല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി തർക്ക സ്ഥലത്ത് ശിലാന്യാസം നടത്താൻ RSSന് തുറന്നു കൊടുത്തത്. ആ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ്, ഇന്ത്യയുടെ ഭാരത തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന് മുമ്പിൽ, ഇന്നത്തെ ബാബറി മസ്ജിദ് മുമ്പിൽ നിന്നായിരുന്നില്ലേ? നമ്മുടെ കേരളത്തിൽ എത്ര ഉദാഹരണങ്ങൾ! 1970-ൽ പട്ടാമ്പി തെരഞ്ഞെടുപ്പിൽ സഖാവ് EMSനെതിരായി ജനസംഘവുമായി ചേർന്ന് മത്സരിച്ചതല്ലേ കോൺഗ്രസ്?
71-ൽ സഖാവ് AKG പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ ജനസംഘവുമായി ഒരുമിച്ച് ചേർന്ന് ഒറ്റ കക്ഷിയായി മത്സരിച്ചവരല്ലേ UDF-കാർ. ആ ഗണത്തിൽ ഇടതുപക്ഷത്തെയോ സഖാവ് പിണറായി വിജയനെയോ നിങ്ങൾ കൂട്ടണ്ട. ഞങ്ങൾ അതിനിശ്ചിതമായി വർഗീയ ശക്തികളെ എതിർക്കും. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും. അതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. ഈ മതനിരപേക്ഷ കേരളത്തെ അങ്ങനെ നിർത്തുന്നതിന് വേണ്ടി ജീവത്യാഗം ചെയ്തവരുടെ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം. അതിനിവര് ഉണ്ടാക്കുന്ന പ്രചാരവേല എന്താ? തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് LDF ആണ്. നാണമില്ലേ കോൺഗ്രസുകാർക്ക് പറയാൻ? 2019 ലോകസഭയിൽ നിങ്ങൾക്ക് കിട്ടിയതിന്റെ വോട്ടിന്റെ 89,000 വോട്ട് എവിടെ പോയി? ഞങ്ങൾ അന്നത്തേക്കാൾ കൂടുതൽ 16,000 വോട്ടുകൾ അധികമായി കരസ്ഥമാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ചില സ്ഥലത്ത് കുറച്ച് വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ കോൺഗ്രസിന്റെ മൃഗീയമായ വോട്ടിന്റെ ബലത്തിലല്ലേ BJP തൃശ്ശൂർ വിജയിച്ചത്? നിങ്ങൾ അങ്ങനെ പല സമയത്തും BJP വിജയിപ്പിച്ചിട്ടില്ലേ? കേരള നിയമസഭയിൽ BJPക്ക് അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്തത് UDF അല്ലേ? തിരുവനന്തപുരത്ത് നേമത്ത് അന്ന് മത്സരിച്ച UDF സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടില്ലേ? ആരാണ് ആ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത്? ഈ LDF അല്ലേ? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഖ്യമന്ത്രി സഖാ പിണറായി വിജയൻ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. അങ്ങനെ 21 തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്തി LDFന്റെ നേതാവ് സഖാ V ശിവൻകുട്ടി നിയമം പിടിച്ചെടുത്തില്ലേ? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, തൃശ്ശൂരത്തെ അക്കൗണ്ട് ഇപ്പൊ BJPയുടെ ഉണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ അക്കൗണ്ട് LDF പൂട്ടിച്ചിരിക്കും. ഇത് LDF ആണ് പറയുന്നത്. നിങ്ങൾ കോൺഗ്രസും വർഗീയ ശക്തികളും എല്ലാം ഒരുമിച്ച് നിന്നാലും ഇടതുപക്ഷത്തിന്റെ ശക്തി ജനങ്ങളുടെ ശക്തിയാണ്. അവർ ഒരുമിച്ച് ചേർക്കും. ഞങ്ങൾ പല പ്രവർത്തനങ്ങളും നടത്തി. തൃശ്ശൂർ പൂരത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തി. അത് പലവട്ടം നടത്തി. കേരളത്തിലെ മുഖ്യമന്ത്രി ഇടപെട്ട് ആ പൂരം പ്രവർത്തനങ്ങൾ സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയ അനുഭവം തൃശ്ശൂർക്കാർക്കുണ്ട്. ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എന്ന് BJP നേതാവ് ഗോപാലകൃഷ്ണനൊക്കെ പരസ്യമായി പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. അതെല്ലാം ഈ കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ നാടിന്റെ സാംസ്കാരിക വൈവിധ്യത്തെ തകർത്ത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നിങ്ങളുടെ വർഗീയ കളി തൃശ്ശൂർ ജില്ല അനുവദിക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13-ൽ 12 ഇടതുപക്ഷത്തിനായിരുന്നു. 2026-ൽ 13-ൽ 13 ഇടതുപക്ഷം ജയിക്കുന്ന തെരഞ്ഞെടുപ്പായി ഈ തൃശ്ശൂരിലെ ചെമ്പട മാറ്റുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തൃശ്ശൂർ ജില്ലയിലെ ജില്ലാ പഞ്ചായത്തുകൾ 29 ഡിവിഷനിൽ 25 ഇടതുപക്ഷത്തിലാണ്. തൃശ്ശൂർ ജില്ലയിലെ 87 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും 70-ലും ഇടതുപക്ഷമാണ്. 2025 ഡിസംബർ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ചരിത്ര വിജയം ഇടതുപക്ഷം ആവർത്തിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഇടതുപക്ഷത്തിന്റെ ഓരോ പ്രവർത്തകനെയും സുസജ്ജമാക്കുന്ന സംഘടനാ പ്രവർത്തനത്തിനാണ് 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ഈ സമ്മേളനം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തൃശ്ശൂർ ജില്ലയിൽ നടന്ന തൃശ്ശൂർ ഏരിയ സമ്മേളനത്തിലും ഞങ്ങൾ ചർച്ച ചെയ്ത് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തുകൊണ്ട് ഭാവി കടമകൾ ഇതെല്ലാം ഉൾച്ചേർത്തുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ, തൃശ്ശൂർ ജില്ലയിൽ ചെമ്പതാക കൂടുതൽ ഉയരത്തിൽ പാറിപ്പറക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം പിരിഞ്ഞിട്ടുള്ളത്. ആ കരുത്തും ശക്തിയും വരുന്ന ദിവസങ്ങളിൽ സംഘടനാ പ്രവർത്തന രംഗത്തും രാഷ്ട്രീയ പ്രവർത്തന രംഗത്തും ജനങ്ങളുടെ ഇടപെടലിന്റെ രംഗത്തുമെല്ലാം വിന്യസിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ഏറ്റവും ശക്തി കേന്ദ്രമായി തൃശ്ശൂർ ജില്ല
ഇടതുപക്ഷത്തോടൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന വരുന്ന കാലത്തെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി ഏറ്റെടുക്കാനുള്ള ഊർജവുമായാണ് ഈ സമ്മേളനം പിരിഞ്ഞിട്ടുള്ളത്. ഈ സമ്മേളനത്തിലും പൊതുസമ്മേളനത്തിലും യോഗത്തിലും പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസ്റ്റർ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികമായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ.